ഓക്കെ, ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റെപ്സ് ഇൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ്. അപ്പോൾ അതിൽ വരുന്ന ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രീ ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്. ഓക്കെ, നമുക്കറിയാം നമ്മൾ കൺട്രോളിങ്ങിൻ്റെ ഭാഗമായി നമ്മൾ കൃത്യമായി സ്റ്റാൻഡേർഡ് പ്രീ ഡിറ്റർമിൻ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പം കോസ്റ്റ്, ഓക്കെ ഇത്ര കോസ്റ്റ് വരും എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പ്രീ ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കും. നേരത്തെ അത് എന്ത് ചെയ്യണം, നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. ദെൻ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ കോസ്റ്റ് ആണ്. അതായത് ആ ഒരു പ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ, ഓക്കെ പ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ആക്ച്വൽ കോസ്റ്റ്. ആക്ച്വൽ കോസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇൻ അതർ വേർഡ്സ് വി ഹൗ ടു മെഷർ ദി ആക്ച്വൽ കോസ്റ്റ്. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ ഇൻ തേർഡ് സ്റ്റെപ്പ്, അതായത് നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡും ഓക്കെ ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത ആക്ച്വൽ കോസ്റ്റും തമ്മിൽ ഒരു കമ്പാരിസൺ നടത്തേണ്ടതുണ്ട്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പൺ ഇൻ കേസ് ഓഫ് തേർഡ് സ്റ്റേജ്. ഓക്കെ, ഇൻ ഫോർത്ത് സ്റ്റെപ്പ് അനാലിസിസ് ഓഫ് വേരിയൻസ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, വേരിയൻസ് അല്ലെങ്കിൽ അവ തമ്മിൽ ഒരു ഡിഫറൻസ് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അതിനെ അനലൈസ് ചെയ്യേണ്ടത് ഇറ്റ് മേ ബി ബിക്കോസ് ഓഫ് മെറ്റീരിയൽ വേരിയൻസ് ഓർ ഇറ്റ് മേ ബി ഡ്യൂ ടു ലേബർ വേരിയൻസ് ഓർ ഓവർഹെഡ് വേരിയൻസ്. സോ വി ഹൗ ടു അനലൈസ് ദീസ് വേരിയൻസ്. ഓക്കെ, കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യും. Then it's the responsibility. Okay, we have to report to the management. So reason എന്താണോ that must be communicated to the management. Okay, then finally the management will take the corrective action to solve this variance. So let's conclude that this is actually അതായത് taking corrective actions. Okay, this is actually the gem of standard costing.